സന്തോഷധ്വനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ പറയുവാനായി ആഗ്രഹിക്കുന്നത് യഥാർത്ഥ മാനസാന്തരം എന്താണ് എന്നുള്ളതാണ്. അനുതാപത്തിൻ്റെ ലളിതമായ നിർവചനം മുൻകാല പാപത്തെയോ തെറ്റിനെയോ പ്രതിയുള്ള ആഴമായ ദുഃഖം അല്ലെങ്കിൽ പശ്ചാത്താപം എന്നാണ്. അതിനാൽ യഥാർത്ഥ അനുതാപം ആരംഭിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ്. പ്രധാന ഘടകം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളെ പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, ആത്മാർത്ഥമായ പശ്ചാത്താപത്തിൻ്റെ ശരിയായ മനോഭാവം ഒരു പാപകരമായ അവസ്ഥയോ പ്രകടമായ തെറ്റോ നിങ്ങൾ മനസ്സിലാക്കിയാലുടൻ അത് ദൈവമുൻപാകെ തുറന്നു പറയുവാൻ വൈകരുത്. പാപത്തിൻ്റെ വിനാശകരമായ പാതയിലോ പരുഷമായ നാവിലോ ദുഷ്ടവഴികളിലോ നിങ്ങൾ എത്രത്തോളം കൂടുതൽ കാലമായിരിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾ ദൈവത്തിൻ്റെ സമൃദ്ധമായ കരുണ ലഭിക്കാൻ വൈകിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ അചഞ്ചലമായ സ്നേഹം അർത്ഥമാക്കുന്നത് നിങ്ങൾക്ക് വീണ്ടും ഒരു ശുദ്ധമായ ഹൃദയം നൽകാൻ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിന് സന്തോഷമുണ്ടെന്നതാണ്. നിങ്ങൾ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് പശ്ചാത്താപത്തോടെ ദൈവസന്നിധിയിൽ നിങ്ങളുടെ ജീവിത ശൈലിയിൽ മാറ്റം വരുത്തി ഒരു പ്രാർത്ഥനാ ജീവിതം നയിക്കുമ്പോൾ ദൈവകൃപയാൽ നിങ്ങൾക്ക് അനന്തമായ ഉന്മേഷദായകമായ സമയങ്ങൾ ദൈവം നൽകുന്നു. ശ്രദ്ധിക്കുക, മാനസാന്തരത്തിന് 2 പ്രധാന ഉദ്ദേശ്യങ്ങളുണ്ട്. 1, നിങ്ങളുടെ പാപങ്ങൾ അംഗീകരിക്കുക. 2, നിങ്ങളുടെ തിരഞ്ഞെടുപ്പുകളെയും നിങ്ങളുടെ പാതകളെയും ആഴത്തിൽ പരിശോധിക്കുക. മാനസാന്തരത്തിൽ ദൈവത്തോട് പാപമോചനം തേടുകയും നിങ്ങളുടെ ഹൃദയത്തിൽ മറിഞ്ഞിരിക്കുന്ന ഏത് ദുഷ്ടവഴിയും ഏറ്റുപറയുകയും ചെയ്യുന്നു. നിങ്ങൾ തകർന്ന ഹൃദയത്തോടെ ദൈവത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വലിയ കരുണ, ക്ഷമ, നിരുപാധിക സ്നേഹം എന്നിവ ലഭിക്കുന്നു. നിങ്ങൾ എത്ര മോശക്കാരാണെന്ന് നിരന്തരം ഓർമ്മിപ്പിക്കുക എന്നതല്ല അനുതാപത്തിൻ്റെ ലക്ഷ്യം. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തെ മാത്രം പരമാധികാരിയായി അംഗീകരിക്കാൻ അനുതാപം നിങ്ങളെ സഹായിക്കുന്നു. നിങ്ങൾ താഴ്മയുള്ളവരായി മാറുന്നു. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ കരുണാമയനായ ദൈവം വീണ്ടും അവൻ്റെ അവിശ്വസനീയമായ നന്മ കൊണ്ട് യേശുവിൻ്റെ രക്തത്തിലൂടെ നിങ്ങളുടെ മേൽ ചൊരിയപ്പെട്ട ദൈവത്തിൻ്റെ കരുണയും വലിയ സ്നേഹവും ആവശ്യമായ എല്ലാ സഹായവും നൽകി നിങ്ങളെ ശുദ്ധീകരിക്കും. ഓരോ മാനസാന്തര പ്രാർത്ഥനയും ആരംഭിക്കുന്നത് ബൈബിൾ വചന അടിസ്ഥാനത്തിലാണ്. ആകയാൽ നമ്മുടെ പ്രിയപ്പെട്ട കർത്താവിൻ്റെ തുറന്ന കരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം. 1 യോഹന്നാൻ 1:9 ഇപ്രകാരം പറയുന്നു: നമ്മുടെ പാപങ്ങളെ നാം ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, എൻ്റെ പാപ സ്വഭാവങ്ങളും ഈ ലോകത്തിലെ കാര്യങ്ങളോടുള്ള വാഞ്ചയും ഞാൻ ഏറ്റുപറയുന്നു. എൻ്റെ വാക്കാലും ചിന്തയാലും പ്രവൃത്തിയാലും ചെയ്യാതെ വിട്ട കാര്യങ്ങളാലും ഞാൻ നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. ഞാൻ എൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ സ്നേഹിക്കാഞ്ഞതിനാലും അയൽക്കാരെ എന്നെപ്പോലെ സ്നേഹിക്കാത്തതിലും എന്നോട് ക്ഷമിക്കണമേ. കർത്താവേ, എല്ലാ ദിവസവും ലോകത്തിൻ്റെ പാപങ്ങളാൽ ഞാൻ ചുറ്റപ്പെട്ടിരിക്കുന്നു. അതിൽ അഹങ്കാരവും ഉൾപ്പെടുന്നു. അഹങ്കാരത്തിൽ നിന്നും അങ്ങയെ അന്വേഷിക്കുന്നതിൽ നിന്നും എന്നെ തടയുന്ന മറ്റെല്ലാ തടസ്സങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ച് ശുദ്ധീകരിക്കണമേ. എളിമയുള്ളവരെ അങ്ങ് മാനിക്കുന്നുവല്ലോ. അഹങ്കാരത്താൽ നിറഞ്ഞ ഹൃദയത്തെ നീക്കി എളിമയും വിശുദ്ധിയും നിറഞ്ഞ ഹൃദയം നൽകി ആ ഹൃദയത്തിൽ അങ്ങേക്കൊരു വാസസ്ഥലം ഒരുക്കുവാൻ എന്നെ സഹായിക്കണമേ. അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തു മുഖാന്തരം എന്നോട് കരുണയുണ്ടാകണമേ. എന്നെ പുതുക്കണമേ. അങ്ങയുടെ ഇഷ്ടത്തിൽ ഞാൻ ആനന്ദിക്കുകയും അങ്ങയുടെ വിശുദ്ധനാമത്തിൻ്റെ മഹത്വത്തിനായി അങ്ങയുടെ വഴികളിൽ നടക്കുകയും ചെയ്യേണ്ടതിന് എന്നെ സഹായിക്കണമേ. ഈ നിമിഷം എനിക്ക് നൽകിയതിനായി ഞാൻ നന്ദി പറയുന്നു. യേശുവിൻ്റെ പരിശുദ്ധവും അതിശ്രേഷ്ഠതയേറിയതുമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ക്രിസ്തുയേശുവിലുള്ള നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ.